ഒരിക്കൽ ഒരു മഹാൻ പറഞ്ഞു, നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ നിങ്ങൾ മരിക്കുന്നത് ദരിദ്രനായാണെങ്കിലോ ഒരു പക്ഷേ തെറ്റുകാരൻ നിങ്ങളായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ. നമ്മുടെ കഥയിലെ നായകൻ ആരെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ സാഫിൻ ഹസൻ. 1995 ജൂലൈ 21 ഗുജറാത്തിലെ പാലപ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. മിഡിൽ ക്ലാസിൽ നിന്നും ഒരുപാട് താഴെയുള്ള കുടുംബം. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ഒന്നും വിശദീകരിച്ച് തരേണ്ടതില്ലല്ലോ. അത്തരം സാഹചര്യത്തിൽ വളർന്നവർക്ക് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും സ്കൂൾ ജീവിതവും ഒക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. തണുത്തുറച്ച പുലർച്ചകളിൽ പോലും വിയർത്തൊളിച്ച എന്റെ മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ മാതാപിതാക്കൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അനുഭവിച്ച കഷ്ടപ്പാട് എത്രത്തോളം എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. അതിനിടയിലാണ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഒരു IAS ഓഫീസർ സന്ദർശിക്കുന്നത്. ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിലൂടെ അദ്ദേഹം വന്നതും ആളുകൾ അദ്ദേഹത്തിന് നൽകിയ ആദരവും കുഞ്ഞു സാഫിന് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. ഗ്രാമത്തിലെ പ്രശ്നങ്ങളെല്ലാം താൻ പരിഹരിക്കുമെന്ന് ആ കലക്ടർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ ആരാണ് ആ വ്യക്തിയെന്നും എങ്ങനെ അദ്ദേഹത്തെ പോലെ ഒരാളാകാൻ സാധിക്കും എന്നറിയാനുള്ള ആവേശമായി കുഞ്ഞു സാഫിന്. വന്നതൊരു IAS ഓഫീസറാണെന്നും ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു എൻട്രൻസ് പരീക്ഷ പാസ്സായാൽ ആ പദവിയിൽ എത്താൻ സാധിക്കുമെന്നും സാഫിൻ മനസ്സിലാക്കുന്നു. മിടുക്കനായ സാഫിൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു തന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന്. വലുതായാൽ താൻ ആരാകണമെന്ന ഉറച്ച തീരുമാനം തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ സാഫിൻ മനസ്സിലാക്കി. ആദ്യം ഗുജറാത്തി മീഡിയത്തിലും 10ാം ക്ലാസിന് ശേഷം ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ച അദ്ദേഹം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BTech ബിരുദധാരിയാണ്. പഠനത്തിൽ മിടുക്കനായതുകൊണ്ട് തന്നെ ധാരാളം സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കൂടാതെ രക്തബന്ധമില്ലാത്ത മറ്റു പലരുടെയും സാമ്പത്തികവും മാനസികവുമായ പിന്തുണയും. പഠിച്ചത് NIT-യിലാണെങ്കിലും ലക്ഷ്യം സിവിൽ സർവീസ് എന്നതുകൊണ്ട് ഒരു കമ്പനിയുടെയും പ്ലേസ്മെന്റിന് പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അതിന്റെ മറ്റൊരു കാരണം എന്തെന്ന് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അദ്ദേഹത്തിലൂടെ തന്നെ കേൾക്കാം. അങ്ങനെയൊക്കെ 2017 സിവിൽ സർവീസിന്റെ ആദ്യ പടി എന്നോണം അദ്ദേഹം UPSC പരീക്ഷയ്ക്ക് പോകും വഴി വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അതികഠിന വേദനയ്ക്കിടയിലും അദ്ദേഹം പരീക്ഷ എഴുതി. ശേഷം ആശുപത്രിയിലേക്ക് പോയ അദ്ദേഹം അനവധി ശസ്ത്രക്രിയകൾക്കും ഫിസിയോതെറാപ്പിക്കും വിധേയനായി. കുട്ടിക്കാലം മുതലുള്ള അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനും സ്വപ്നത്തിനുമുള്ള ഉത്തരമായി ആ വർഷം 570ാം റാങ്ക് അദ്ദേഹം കരസ്ഥമാക്കി. തുടർന്നുള്ള ഇന്റർവ്യൂവിന് മുമ്പ് ആക്സിഡന്റ് മൂലമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും അതെല്ലാം അതിജീവിച്ച് ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ രണ്ടാമത്തെ ആളായി സാഫിൻ ഹസൻ. ജീവിത സാഹചര്യം ഒട്ടും അനുകൂലമില്ലായിരുന്നിട്ടും അദ്ദേഹം സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന് ചിറക് നൽകാൻ കഠിനമായി അധ്വാനിച്ചു. വിധി വീണ്ടും വീണ്ടും പ്രതികൂലമായി വരാൻ ശ്രമിച്ചപ്പോഴും അതിനോട് പൊരുതി വിജയം കൈവരിച്ചു. വീട്ടിലെ അതിദാരിദ്ര്യം ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ഏതെങ്കിലും ഒരു നല്ല ജോലി നേടി അദ്ദേഹത്തിന് നികത്താമായിരുന്നു. പക്ഷേ ഉറച്ച ലക്ഷ്യം, ഉറച്ച തീരുമാനം, കഠിന പ്രയത്നം, അതിനോടൊപ്പം മറ്റൊരു കാരണവും അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറാക്കി. ഇനി എന്താണ് കാരണമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. मेरे मॉम डैड का सबसे बड़ा कंट्रीब्यूशन कोई है सी हर एक माँ बाप अपने बेटे बेटियों का भविष्य सुरक्षित करने के लिए मेहनत करता है, अपनी जी जान से मेहनत करता है. लेकिन एक चीज़ उन्होंने जो स्पेशल की वो ये है, दे गिव मी द फ्रीडम टू ड्रीम. तुझे जो करना है, जैसे करना है, यू डू, वी आर विथ यू. और ये सेंस ऑफ फ्रीडम आप में सेंस ऑफ रिस्पॉन्सिबिलिटी लेके आता है. और वही चीज़ इन्होंने की. उन्होंने कभी मुझे नहीं बोला कि मुझे डॉक्टर बनना है, इंजीनियर बनना है, या ये बनना है, वो बनना है. जब मैंने उनको बोला कि मुझे ऑफिसर बनना है, यस, जब उनके हालात ऐसे थे, जब ज़्यादा मजदूरी करनी पड़ती, फिर भी दे नेवर सेड कि ओके जस्ट गो एंड स्टडी, गो एंड गेट सम जॉब जिससे फाइनेंशियल हेल्प हो जाए. नो. ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നതിൽ സമ്മർദ്ദം ചെലുത്താത്ത മാതാപിതാക്കൾ, വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും തനിക്ക് ഇഷ്ടമുള്ള പാത പിന്തുടരാം എന്ന സ്വാതന്ത്ര്യം നൽകിയവർ, ആ സ്വാതന്ത്ര്യം തനിക്ക് നൽകിയ ഉത്തരവാദിത്ത ബോധം, ഇതൊക്കെയാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് സാഫിൻ ഹസൻ വിശ്വസിക്കുന്നു.